ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അമ്മേനെയും കൂടെ ഒന്ന് മൂവിയൊക്കെ കാണാൻ വേണ്ടി പോകാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അതാ മൂവി കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ടിൻസിനെ പോലെ റെഡും റെഡൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഒലിവിയെന്ന് വാങ്ങിയ ഡ്രസ്സാണ്. കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല ഡ്രസ്സുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി ഈ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഒബ്രോമാളിലാണ്. മൂവി നമ്മുടെ മമ്മി എന്ന് പറഞ്ഞ മൂവിയിലാണ് കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും നല്ല കുറച്ച് കോമഡിയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. അങ്ങനെയാണ് ഞങ്ങൾ കോമഡി മൂവിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒബ്രോമാൾ ചെന്നപ്പോൾ അതാ കുറേ സൂപ്പർ എന്താ പറയുക ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഈ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും ഉള്ള സമയം ഞങ്ങൾക്കില്ല, കാരണം മൂവി ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് നമ്മൾ PVRലേക്ക് പോവാണ് ഗൈസ്. ചെന്നപ്പോൾ തന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്നത് തുടങ്ങിയതും 1 മിനിറ്റ് സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തിയല്ല നമ്മുടെ ഹലോ മമ്മി തുടങ്ങി. ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേട്ടിട്ടൊക്കെയാണ് പോയത്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിരിച്ച് കളിച്ച് രസിച്ച് ഞങ്ങൾ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് താഴെ വന്നാണ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട് ഗൈസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് താഴെ വന്നപ്പോൾ അതാ മുടിഞ്ഞ റേറ്റാണ് എല്ലാത്തിനും. പിന്നെ ഞങ്ങൾ ഒരു ഫിൽറ്റർ കോഫി വാങ്ങി. പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കപ്പ് കേക്ക് വേണമെന്ന്. എന്നാൽ പിന്നെ നേരെ അമ്മയ്ക്കൊരു കപ്പ് കേക്കും വാങ്ങി. പിന്നെ ഞാൻ എന്താ വാങ്ങിയേ, എനിക്ക് തോന്നുന്നു ചിക്കൻ പപ്സാന്ന് തോന്നുന്നു വാങ്ങി. അതെ ചിക്കൻ പപ്സും വാങ്ങിച്ചു. അപ്പം ഇത്രയും വാങ്ങി ഞങ്ങൾ നേരെ ഇനി സെക്കൻഡ് ഭാഗം കാണാൻ പോവാണ്. എന്തായാലും മൂവി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഒരു ആവറേജ് പടം, ഒരു കുഴപ്പമില്ല, ഒരു തട്ടിക്കൂട്ട് പടം. എന്താണേലും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ കണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ലാസ്റ്റൊക്കെ ആയപ്പം എനിക്ക് എന്താ സംഭവം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ഫസ്റ്റ് അല്ല ഇൻ്റർവെൽ വരെ നല്ല കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞപ്പം ചിരിക്കാനുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു, അത്രേ തോന്നിയുള്ളൂ. ഇങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഹാപ്പിയായി തിരിച്ച് താഴെയോട്ട് പോവുകയാണ് ഗൈസ്. അവിടെ കുറേ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ അവിടെ സ്മാർട്ട് ബസാറിൽ കുറച്ച് ഓഫറൊക്കെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഒന്നും വാങ്ങാനില്ല എന്നൊക്കെയുള്ള ഇതിലാണ് നമ്മൾ പോകുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കാണുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ആ ഒരു ഇത് വരുന്നത്. അങ്ങനെ ഒബ്രോമാൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് നല്ല നൈസാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതാ സ്റ്റാറും കാര്യങ്ങളും എല്ലാം തൂക്കിയിട്ടുണ്ട്. താഴെ കുറേ ഷോപ്പിൻ്റെ കുറേ എന്താ പറയുക ചെറിയ ചെറിയ ഇതുപോലെ ഷോപ്പ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കേട്ടോ. അതെനിക്ക് തോന്നുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് അവർ തുടങ്ങിയതാണെന്ന് തോന്നും. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇനി സ്മാർട്ട് ബസാറിലേക്ക് പോവാണ് ഗൈസ്. സ്മാർട്ട് ബസാറിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇത് ഏറ്റവും മുകളിലത്തെ PVR ഏറ്റവും 4th 5th ഫ്ലോറിലെങ്ങാണ്ടായിരുന്നു. ഇനി ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് നമ്മുടെ സ്മാർട്ട് ബസാറൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. വേറെ എവിടെയും കയറിയില്ല കേട്ടോ, കാരണം ഡ്രസ്സൊന്നും ഇനി വാരി കൂട്ടണ്ടെന്ന് വിചാരിച്ച്. ക്രിസ്മസിന് ന്യൂ ഇയർ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഗൈസ്. കാരണം ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഒലിവിയ ഇവിടെയൊക്കെ ഓഫറൊക്കെ വരുമ്പം വാങ്ങാറുണ്ട്. അപ്പം പിന്നെ ഡ്രസ്സിനോടുള്ള ആർത്തിയൊക്കെ പോയി, എന്താണെന്ന് എനിക്കറിയത്തില്ല. നേരത്തേക്ക് എനിക്ക് ഈ ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം മീഷോ പിന്നെ ഷോപ്സി പിന്നെ ഫ്ലിപ്കാർട്ടൊക്കെ വന്നേ പിന്നെ സത്യം പറയാലോ ഡ്രസ്സുകളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ വാങ്ങുന്നതുകൊണ്ട് ആ ഒരു ക്രിസ്മസിന് ന്യൂ ഇയറിന് പുതിയ ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ പോയി. എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളൊരു ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉള്ളപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനല്ലേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമ്മളങ്ങ് വാങ്ങുക അല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ്, വിഷു, ന്യൂ ഇയർ, ഓണം അങ്ങനെയെന്ന് പറഞ്ഞൊരു എടുപ്പൊക്കെ ഇപ്പം ഇല്ല. എങ്കിലും അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്മസിനൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. എൻ്റെ സിസ്റ്ററിനും അവരുടെ ഫാമിലിക്ക് പിന്നെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കും.
അല്ലാതെ ഇപ്പം ഞാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ആയിട്ട് ക്രിസ്മസിന് ഡ്രസ്സ് വേണം, ന്യൂ ഇയറിന് പ്രത്യേക പുതിയ ഡ്രസ്സ് വേണമെന്നൊന്നും ആഗ്രഹമില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഓരോ ആപ്പിലൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വാങ്ങുമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ഇൻട്രസ്റ്റേ പോയി, ഡ്രസ്സിനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോയി ഗൈസ്. എന്തായാലും ഞങ്ങൾ ലുലു മാളിലോട്ട് പോയില്ല കേട്ടോ. ലുലു മാളിൽ ചിലപ്പം ഇന്ന് വൈകിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെയൊക്കെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാനൊരു ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഒബ്രോ മാളിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഇനി സെൻട്രൽ സ്ക്വയർ മാളിലൊക്കെ ഒന്ന് പോയി കാണുമെന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാങ്ങാനൊന്നും അല്ലെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഡെക്കറേറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോകണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്ന് എന്താണേലും എടപ്പള്ളി പള്ളിയിലൊക്കെ ഒന്ന് പോകണം. കഴിഞ്ഞ വർഷം ഞാൻ എടപ്പള്ളി പള്ളി പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഒരു മിഡ് നൈറ്റ് ഒരു കുർബാന ഉണ്ടല്ലോ, ആ കുർബാനയ്ക്ക് കൂടാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ കൂട്ടുകാരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അമ്മേനെയും കൊണ്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്താകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ശ്യാമയും ഞാനും, ശ്യാമ ഭയങ്കര ഹാപ്പി ആട്ടോ. ശ്യാമയ്ക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ശ്യാമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കും കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നതേ എനിക്ക് തോന്നിയുള്ളൂ. വലിയ ഹൈപ്പും വലിയ ചിരിയും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണേലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2-3 മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. നമ്മുടെ ഉണ്ണിമൂന്നിൻ്റെ മൂവിയൊക്കെ, അയ്യോ അത് എന്താണ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ ഞാൻ പുഷ്പ 3യും കണ്ടില്ല, അല്ല 2വും കണ്ടില്ല. അപ്പം പുഷ്പ 2വും കാണണമെന്ന് ഇങ്ങനെ ഇങ്ങനെ അതിയായി ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ അമ്മയും കൊണ്ട് മൂവിക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നല്ല രസമാണ്. മൂവിക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അമ്മ. അങ്ങനെ താഴെ കുറേ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ ചോദിച്ചായിരുന്നു. അവർ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഭയങ്കര റേറ്റ്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ ഞങ്ങൾ നേരെ അതാ നമ്മുടെ സ്മാർട്ട് ബസാറിൽ പോയതാണ് ഗൈസ്. ഇത് കണ്ടോ, ബൈ 1 ഗെറ്റ് 1 ഓഫറിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെയാണിത്. എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ, എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ പിന്നെ അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ സിസോടെ താരന് കളറൊക്കെ അടിക്കുന്ന സാധനമൊക്കെ വാങ്ങി. പിന്നെ വേറെന്താണ് ഞങ്ങൾ വാങ്ങിയത്, എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടുന്നുണ്ട്. പിന്നെ സ്റ്റേ ഫ്രീക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നമ്മുടെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ കണ്ടപ്പം എനിക്കെന്തോ ഒരു പൂതി തോന്നി. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കി, അപ്പോൾ ഭയങ്കര റേറ്റ്. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ പഞ്ചസാര, പിന്നെന്താണ് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അങ്ങനെ ഉപ്പ്, അതിനൊക്കെ കുറച്ച് റേറ്റ് ഇതായിട്ട് തോന്നിയപ്പോൾ അത് വാങ്ങി. പിന്നെ എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ രാത്രിയിൽ ഈ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കാണുന്ന സ്വഭാവമുണ്ട്. അന്നേരം നമുക്കിങ്ങനെ മാഗിയൊക്കെ തിന്നാൻ ഒരു ആഗ്രഹമൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ആഗ്രഹം തോന്നുമ്പോഴൊന്നും മാഗി ഉണ്ടാകാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വലിയ പാക്കറ്റ് മാഗി വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് ഉപ്പ്, മുളക്, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ബിസ്ക്കറ്റിൻ്റെ അവിടെ ചെന്നപ്പം കുറേ ഓഫേഴ്സുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി ഒരു തരത്തിലിങ്ങനെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിന്നില്ല. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കുറച്ച് ഈ ഒരു ബിസ്ക്കറ്റിന് 2 എടുത്താൽ 1 ഫ്രീ. അപ്പോൾ അതെനിക്ക് ഇച്ചിരി ഒരു ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റായിരുന്നു. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഒരു കേക്ക് എടുത്താൽ 1 കേക്ക് ഫ്രീ. അങ്ങനെ ഞങ്ങൾ ഒരു കേക്ക് എടുത്തു, അതിനോട് ഒരു കേക്ക് കൂടെ ഫ്രീയും കിട്ടി. പിന്നെ മാഗി, പഞ്ചസാര, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. ഒത്തിരി ഉള്ളതെല്ലാം കൂടെ ആവശ്യമില്ലാതെ വലിച്ചു കൂട്ടിയില്ല ഗൈസ്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പ്രേ. അങ്ങനെ ഈ ഒരു സ്പ്രേ നല്ല മണമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നേരത്തെ ഇതേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ നേരെ പാക്ക് ചെയ്ത് പോവുകയാണ് ഗൈസ്. വണ്ടി നമ്മുടെ ഒബ്രോമാളുടെ പാർക്കിങ്ങിലാണ്. അങ്ങ് ഏറ്റവും അറ്റത്തൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇനി അവിടെ വരെ ഇതെല്ലാം ചുമ്മിക്കൊണ്ട് പോകണമല്ലോ ഗൈസ്. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ
സംഭവം എന്താണെങ്കിലും കിടുവായിരുന്നു. നമ്മളെ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇത്രയും വാങ്ങിയപ്പോൾ തന്നെ എത്രയായി, 1000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. എന്താണേലും പിന്നെ നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് കണ്ട കുറേ ഓഫേഴ്സിലുള്ള കുറേ ഈ കർട്ടന് പിന്നെ സോഫ സെറ്റി അത് ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. പക്ഷെ ഒന്നും വാങ്ങിയില്ല ഗൈസ്. എല്ലാം ജസ്റ്റ് ഇങ്ങനെ കണ്ട് കേട്ട് പോവാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങിയതെല്ലാം കൊണ്ടും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൂവി കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, സീ യു.